നമസ്കാരം. നമസ്തേ. തീവ്രവാദ ഗ്രൂപ്പുകളെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ ആർമി റഡാർ ഘടിപ്പിച്ച ഒരു ഡ്രോൺ ഇന്ത്യ രംഗത്തിറക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരുപാട് സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ സാറ്റലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായി താഴെത്തട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി സാറ്റലൈറ്റുകളും പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള റഡാർ ഘടിപ്പിച്ച ഡ്രോണുകളുടെ ഒരു ആവശ്യകത എന്താണെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും ഇതിൽ പറയുന്ന മറ്റു പല ഇപ്പോൾ നമ്മൾ റഡാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ മരത്തിൻ്റെ അടിയിൽ ഒളിച്ചു നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന പരിമിതി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല ഡീപ്പായിട്ട് കാണുന്ന തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഓൾറെഡി ഒരു വലിയ തരത്തിലുള്ള റഡാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു റഡാർ നിർമ്മിച്ച ഡ്രോണിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളതും ഇതിൻ്റെ ബാക്കി പ്രത്യേകത എന്തൊക്കെയല്ലേ? ഈ കഴിഞ്ഞ ദിവസം സൈന്യം ചില ആധുനിക റഡാറുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ തന്നെ സ്വകാര്യ കമ്പനികളിൽ നിന്നും റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP ക്ഷണിച്ചിരുന്നു. ആ റഡാറുകളുടെ പേരാണ് ഈ ഫോളിയേജ് പെനിട്രേറ്റിംഗ് റഡാർ, അഥവാ ചുരുക്കി പറഞ്ഞാൽ ഫോപ്പൻ റഡാറുകൾ എന്ന് പറയും. ഈ ഫോപ്പൻ റഡാറുകൾ ഡ്രോണുകളുടെ മുകളിൽ ഘടിപ്പിച്ച് അത് ഒരു വനത്തിൽ കോമ്പിംഗ് അല്ലെങ്കിൽ പർവ്വതനിരകളിൽ കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്ന ഭീകരവിരുദ്ധ സൈന്യത്തിന് അല്ലെങ്കിൽ ആന്റി ടെററിസ്റ്റ് പോലീസിന്റെ ATSന് അവർക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു റഡാറാണ് ഈ ഫോപ്പൻ റഡാറുകൾ. ഫോപ്പൻ റഡാറുകൾ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒളിക്കാനുള്ള സാഹചര്യങ്ങൾ പരിമിതപ്പെടുത്തും. ഇപ്പോ ഫവസ് എന്നോട് ചോദിച്ചതുപോലെ ഇന്ത്യക്ക് ധാരാളം സ്ട്രാറ്റജിക് സർവൈലൻസ് സാറ്റലൈറ്റുകൾ ഉണ്ട്. അതായത് ചാര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഭൂമിയുടെ ഫോട്ടോ എടുക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. അത് ലോ എർത്ത് ഓർബിറ്റിലൂടെ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ഇത്തരം ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയിലെ വളരെ ചെറിയ ഒരു ചലനം പോലും അതിന് രേഖപ്പെടുത്താൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മീറ്റർ സർക്കംഫറൻസിലുള്ള ഒരു ഏരിയയിൽ നടക്കുന്നത് പോലും അതിന് പലപ്പോഴും രേഖപ്പെടുത്താൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റു റഡാർ സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യ പോകുന്നത് എന്ന് ചോദിച്ചാൽ, വനങ്ങളിൽ ഫോളിയേജ് എന്ന് പറയുന്ന, അതായത് ഇലകളും വൃക്ഷശിഖരങ്ങളും ഇടതൂർന്ന് നടക്കുന്ന വൻ കാടുകളിൽ പലപ്പോഴും ഉപഗ്രഹങ്ങളുടെ കണ്ണെത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇനി കണ്ണെത്തിയാൽ തന്നെ അപ്പോൾ നിബിഡ വനങ്ങളുടെ അടിത്തട്ടിലൂടെയുള്ള മനുഷ്യന്റെ നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ റഡാറുകൾക്കുള്ള പരിമിതിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഇലകളിൽ തട്ടി സാധാരണ ഈ റേഡിയോ വേവ് ഉപയോഗിച്ചാണല്ലോ റഡാർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയോ തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഇലകളിലും അതുപോലെ വൃക്ഷശിഖരങ്ങളിലും ഒക്കെ തട്ടിയിട്ട് അത് പലപ്പോഴും ഒരുപാട് അത് ചിതറിപ്പോവും. അത് തിരിച്ച് പിടിച്ചെടുക്കാൻ റഡാർ റിസീവറുകൾക്ക് സാധിക്കില്ല. അതാണ് അതിനകത്തിലെ ഒരു വലിയ വിഷയം. പിന്നെ ധാരാളം നോയ്സ് എന്ന് പറയുന്ന ഇതുണ്ടാകും. നോയ്സ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാകും. ഈ ചലനങ്ങളെ ഒന്നും സാധാരണഗതിയിൽ വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. മനുഷ്യൻ ഏതാണ്, അവിടെ ഒരു വൃക്ഷം അനങ്ങുന്നതാണോ മൃഗമാണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും തീവ്രവാദികളെ സംബന്ധിച്ച് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ആധുനിക കാലത്ത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഇന്ത്യയിലേക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് അവര് വേണ്ടെന്ന് വെച്ചിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഒരു സൗമനസ്യമോ അല്ല. 2022 ശേഷം നമ്മൾ എടുത്ത് നോക്കിയാൽ ചില ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇന്ത്യ വലിയ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു വർഷമുള്ള ഇൻഫിൽട്രേഷന്റെ എണ്ണം അല്ലെങ്കിൽ ഒരു വർഷം ഉള്ള എൻകൗണ്ടറുകൾ, എത്ര എൻകൗണ്ടർ നടന്നു, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഈ ആധുനിക ഉപകരണങ്ങളാണ്. കാരണം ഡ്രോണുകളുടെ ഒരു കാലം വന്നതോടുകൂടി ഈ അതുപോലെ തന്നെ റഡാറുകൾ, ഇതൊക്കെ തന്നെ വല്ലാതെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു തിരിച്ചടിയാണ്. ഇപ്പോ സൈന്യത്തിന്റെ കൈവശമുള്ള FPV ഡ്രോണുകൾ, അതായത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ, അത്തരം ഒരു ഡ്രോണിലായിരിക്കും ഈ ഫോപ്പൻ റഡാർ എന്ന് പറയുന്ന റഡാർ മൗണ്ട് ചെയ്യാൻ പോകുന്നത്, ഘടിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് അതിന്റെ ഒരു പല വിശദാംശങ്ങളിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം.
അതായത് ഈ ഇലകളിലും ശിഖരങ്ങളിലുമൊക്കെ തട്ടിത്തെറിച്ച് റേഡിയോ തരംഗങ്ങൾ ചിതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വൈഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി VHF എന്ന് പറയുന്ന വെരി ഹൈ ഫ്രീക്വൻസി, അതുപോലെ അൾട്രാ ഹൈ ഫ്രീക്വൻസി, ഈ രണ്ട് ബാൻഡുകളിൽ ഉള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന റഡാറുകളാണ് ഈ ഫോപ്പൻ റഡാറുകൾ. അത് കാരണം ഇത് ഇലകളിലെ അല്ലെ മരങ്ങളുടെ ഒക്കെ വശങ്ങളിലൂടെ ഒക്കെ തന്നെ ഇത് താഴേക്ക് എത്തും. ഇലകളെയും പിന്നെ മരങ്ങളെയും ഒക്കെ അതിജീവിച്ച് അടിത്തട്ടിലേക്ക് ചെല്ലാൻ ഈ ഫ്രീക്വൻസിയിലുള്ള VHF-ലും UHF-ലുമുള്ള റേഡിയോ തരംഗങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതാണ് അതിന്റെ ആദ്യത്തെ ഇതിന്റെ ഒരു മെച്ചം. പിന്നെ ഗ്രൗണ്ട് മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേറ്റർ എന്ന ഒരു സംവിധാനം, അത് അടിത്തട്ടിലുള്ള ചെറിയ ചലനങ്ങളിൽ പോലും അത് രേഖപ്പെടുത്തും. അതായത് ഈ ഒരു വസ്തുവിന്റെ മോഷൻ, ചലനത്തിലെ വ്യത്യാസങ്ങൾ സൂക്ഷ്മമായിട്ട് അതിലൂടെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ സൂക്ഷ്മമായിട്ട് തിരിച്ചറിയുമ്പോൾ മനുഷ്യൻ നടക്കുമ്പോൾ കാലുകൾ ഒരു റിഥമുണ്ട്. നമുക്ക് ഒരു എത്ര സ്റ്റെപ്പാണ് നമ്മൾ വെക്കുന്നത്, ആ സ്റ്റെപ്പ് വെക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന്റെ അതും അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന്റെ ഇടവേളയുണ്ട്, മൈക്രോ സെക്കൻഡായി. ഇത് വെച്ചിട്ട് ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഒരു മൃഗത്തിന്റെ ആണെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മൃഗത്തിന്റെയും മനുഷ്യന്റെയും ചലനങ്ങൾ തമ്മിലുള്ള ചലനങ്ങൾ നിരീക്ഷിച്ചിട്ട് അത് മൃഗമാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാം. ഇനി അതല്ല, ഒരു വൃക്ഷത്തിന്റെ ഒരു ചെറിയൊരു കുറ്റിച്ചെടി അനങ്ങുന്നതാണോ, അതും നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ അതിന് ഈ ഡോപ്ലർ ഷിഫ്റ്റ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്, അതിന്റെ ഒരു പേര്. പിന്നെ മനുഷ്യന്റെ ഗെയ്റ്റ്, ഹ്യൂമൻ ഗെയ്റ്റ് സിഗ്നേച്ചർ, ഓരോ മനുഷ്യനും നിൽക്കുന്നതിനും നടക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ ഇത് തിരിച്ചറിയും. അതുപോലെ ഈ റിഥമിക് മൈക്രോ മൂവ്മെന്റ്സ്, അതുപോലെ ഇതെല്ലാം ഉപരിയായിട്ട് ഈ റഡാറുകൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളും ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കും. അതായത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഒരു മൂവിങ് ഓബ്ജക്റ്റിലുള്ള റഡാറാണ്. ഈ കമ്പൈൻഡ് ഡേറ്റ, ഇപ്പൊ ഒരു ഡ്രോൺ മാത്രമായിരിക്കില്ല, ഒരു പ്രദേശത്ത് കോമ്പിങ് നടത്തുന്ന ഒരു സൈന്യത്തിന്റെ വിഭാഗം ഒരു 6-7 ഡ്രോൺ അല്ലെങ്കിൽ ഒരു 10 ഡ്രോൺ ഒരുമിച്ച് നിയോഗിക്കുന്നു. ഈ ഡ്രോണുകളിൽ നിന്നുള്ള എല്ലാ ഡേറ്റയും കൂടെ അനലൈസ് ചെയ്ത് അവിടുന്ന് ഒരു 2D 3 ഡയമെൻഷൻ ഫിഗർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ അവിടെയുള്ള നോയ്സ് ഒന്നും ഇതിനെ ബാധിക്കില്ല. ഇതെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ നീക്കത്തെ വളരെ കൃത്യമായിട്ട് ഈ റഡാറിൽ തിരിച്ചറിയാം. പണ്ടൊക്കെ ഇരുന്നത് സാധാരണ ഓപ്റ്റോ ഇലക്ട്രിക് റഡാറുകൾ, അതല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റഡാറുകൾ. ഇൻഫ്രാറെഡ് ചൂട് വെച്ചിട്ടാണ്, പരിസരത്തെ ചൂടും ഈ ചൂടും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന എമിറ്റ് ചെയ്യുന്ന താപനിലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇൻഫ്രാറെഡ് റഡാറുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ തന്നെ കാട്ടിനുള്ളിൽ ഇതിനൊക്കെ തന്നെ പരിമിതിയുണ്ട്. അതുപോലെ തന്നെ ചില പ്രദേശത്ത് ഒരു കിടങ്ങുകള്, അതുപോലെ ഉയർന്ന കുന്നുകൾ, ഇതൊക്കെ കയറുമ്പോഴും ഈ റഡാറിൽ നിന്ന് വരുന്ന രശ്മികൾ തടയപ്പെടും, ഇതിന്റെയൊക്കെ കർവേച്ചർ കാരണം. ഇത്തരം എല്ലാ പരിമിതികളെയും മറികടക്കാനായിട്ട് പല ഈ ഡ്രോണുകളിൽ റഡാർ മൗണ്ട് ചെയ്തിട്ട് ആകാശത്ത് വലിയ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളോ അതല്ലെങ്കിൽ ഉപഗ്രഹങ്ങളോ അല്ല, വളരെ താഴ്ന്നു പറക്കുന്ന 20 കിലോ തൂക്കമൊക്കെ മാത്രമുള്ള ചെറിയ ഡ്രോണുകളാണ്. അതായത് മരത്തിന്റെയൊക്കെ ഇടയിൽ കൂടി ഇത് പോകും. അങ്ങനെ പോകുന്ന ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. ചില ഡ്രോണുകൾ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന ഡ്രോണുകൾ ഉപയോഗിക്കും. ചിലത് മെഷീൻ ഗണ്ണ് ഘടിപ്പിച്ച ഡ്രോണുകളുണ്ട്. അതായത് സൈന്യം ഒരു ആക്റ്റീവ് പോരാളി എന്നുള്ള നിലയിൽ നിന്നും ഒരു ഓപ്പറേറ്റർ എന്നുള്ള നിലയിലേക്ക് സൈന്യം മാറുകയും ആധുനിക ഉപകരണങ്ങളാണ് തീവ്രവാദക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇപ്പോൾ. അത് സിറ്റി വാർഫെയറിലാണെങ്കിലും, അതായത് കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പോരാളികളെ നേരിടുന്നതിലാണെങ്കിലും ഒക്കെ തന്നെ ഈ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾസ്, അതായത് മനുഷ്യരില്ലാതെ നേരെ പോകുന്ന, ചിലപ്പോൾ ഒരു ടോയ് കാർ ആയിരിക്കും താഴെ നിന്ന് ചാടിക്കേറി മുകളിൽ സ്റ്റെപ്പ് കയറി ചെന്നിട്ട് ഒരു തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പൊട്ടിത്തെറിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ പുതിയ മുഖങ്ങളാണ് ഇത്. അവരും തീർച്ചയായിട്ടും ഇതനുസരിച്ച് അവർ മാറുന്നുണ്ടാവാം. പക്ഷെ എങ്കിലും ഒരു രാജ്യത്തിന്റെ റിസോഴ്സസും ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ റിസോഴ്സസും തമ്മിൽ ഒരു താരതമ്യവുമില്ല. തുടക്കത്തിൽ 1990കളിലൊക്കെ കശ്മീരിലെ യഥാർത്ഥത്തിൽ സൈന്യത്തിനേക്കാൾ മെച്ചപ്പെട്ട ആയുധം തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന്
AK-47 ഉള്ള തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലില്ല. ഇന്ത്യൻ സൈന്യം 303യും ഇൻസാസ് റൈഫിളും ഒക്കെ ഉപയോഗിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് പലപ്പോഴും ഒരേ സമയം അവർ വെക്കുന്ന വെടിയിൽ ഒരേ സമയം ഒരു 500 വെടിയുണ്ട വരുമെങ്കിൽ ഇവിടുന്ന് പോകുന്നതിൽ 100 എണ്ണം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള പരിമിതികൾ ആ കാലഘട്ടത്തിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഒരു സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. വളരെ കൃത്യമായ രീതിയിലുള്ള ആധുനിക സ്പോട്ട് ട്രാക്കിംഗ് ലൊക്കേറ്റിംഗ് സംവിധാനങ്ങളും ആധുനിക ആയുധങ്ങളും തീർച്ചയായിട്ടും തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് ഒരു പുതിയ മുഖം നൽകിയിരുന്നു. ഇപ്പോൾ അവരുടെ പോരാട്ടം, നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം തീവ്രവാദി ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാതെ ആക്രമണകാരികൾ എന്നുള്ള നിലയിൽ നിന്ന് അവർ പിറകോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് LETയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ തന്നെ ഇപ്പോ ഒന്ന് പിറകോട്ട് വലിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ ഒരു ആധുനികവൽക്കരണം തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമുദ്രയായിട്ട് മാറുമ്പോൾ ഇന്ത്യൻ സൈന്യം തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ആയുധങ്ങളും ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളും അതുപോലെ ആളില്ലാ വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ, വാർത്തകൾ വരുന്ന മുറയ്ക്ക് വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.